നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ CPM എന്ന കേരളത്തിലെ അതിശക്തമായ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ അണിയറ പ്രവർത്തകർക്കും അതിന്റെ അമരത്ത് നിൽക്കുന്ന ആളുകൾക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കും ശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ട് പാർട്ടിയിലെ 63 വർഷത്തെ പാരമ്പര്യം ഉപേക്ഷിച്ചുകൊണ്ട് തെക്കൻ കേരളത്തിൽ ജി സുധാകരൻ എന്ന് പറയുന്ന CPMന്റെ സമുന്നതനായ നേതാവ്, മുൻ മന്ത്രിയും 4 തവണ MLA തെക്കൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ പടുത്തുയർത്തുവാൻ വേണ്ടി ജീവരക്തം വരെ നൽകിയ ജി സുധാകരൻ പാർട്ടി വിട്ട് പുറത്തു പോകുമ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ള ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഏത് വിധേനയും UDF ഭരണം തിരിച്ചു പിടിക്കും, അധികാരത്തിൽ വരും എന്ന് ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് മുന്നേറുന്ന കോൺഗ്രസ് പാർട്ടിക്ക് വടക്കൻ കേരളത്തിൽ മറ്റൊരു സുധാകരൻ വിലങ്ങ് തടിയായി നിൽക്കുന്നു, അല്ലെങ്കിൽ ഭീഷണി ഉയർത്തി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. CPMന് തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും വലിയ തലവേദന CPMന്റെ മുതിർന്ന നേതാവ് ജി സുധാകരനാണ് എന്നുണ്ടെങ്കിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും UDFനും ഏറ്റവും കൂടുതൽ വെല്ലുവിളിയാവുന്നതും കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കണ്ണൂരിലെ ഗർജിക്കുന്ന സിംഹം എന്ന് പറയുന്ന കണ്ണൂരിലെ കോൺഗ്രസിന്റെ പര്യായ പദം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന കെ സുധാകരൻ പാർട്ടിക്ക് വലിയ ഭീഷണി ഉയർത്തിക്കൊണ്ട് നിലനിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ ഡൽഹിയിൽ നിന്നും നിയമസഭയിൽ കേരളത്തിലെ നിയമസഭാ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ചടങ്ങിലെ യോഗത്തിൽ നിന്നും സുധാകരൻ ഇറങ്ങിപ്പോരുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ തനിക്ക് വളരെ അതൃപ്തിയുണ്ട് എന്നുള്ള കാര്യം വെട്ടിത്തുറന്ന് പറഞ്ഞുകൊണ്ടാണ് സുധാകരൻ ഇന്ന് വെളുപ്പിന് കണ്ണൂരിലെ നടാലിലുള്ള തന്റെ വീട്ടിലേക്ക് എത്തിച്ചേർന്നത്. സുധാകരൻ വീട്ടിലെത്തിയതിനു ശേഷം ഏതാനും സമയത്തിനുള്ളിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ FB കുറിപ്പിൽ അദ്ദേഹം പറഞ്ഞത്, കണ്ണൂരിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കുവാൻ താൻ തന്റെ ഹൃദയരക്തം തന്നെയാണ് നൽകിയത്. കണ്ണൂർ എന്ന് പറഞ്ഞാൽ തനിക്ക് തന്റെ മേൽവിലാസമാണ്. കണ്ണൂരിലെ കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാൽ തന്റെ ജീവരക്തമാണ്. തന്റെ ആശയും അഭിലാഷവും എല്ലാം കോൺഗ്രസ് ആണ്. കോൺഗ്രസിനെ കെട്ടിപ്പടുക്കുന്നതിന്റെ വ്യഗ്രതയോടുകൂടി നാട് നീളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുമ്പോൾ കല്ലിൽ നിന്നും കത്തിയിൽ നിന്നും അരിവാളിൽ നിന്നുമെല്ലാം പാർട്ടിയെയും പാർട്ടി പ്രവർത്തകരെയും സംരക്ഷിച്ചു പിടിക്കുവാൻ വേണ്ടി ഓടുന്ന ഓട്ടത്തിൽ തന്റെ കുടുംബത്തെ പോലും ശ്രദ്ധിക്കാൻ തനിക്ക് സാധിച്ചില്ല എന്നാണ് FB കുറിപ്പിൽ സുധാകരൻ പറഞ്ഞു പോകുന്നത്. തന്റെ ജീവരക്തം കൊടുത്താണ് താൻ കണ്ണൂരിൽ തന്റെ പാർട്ടിയെ പടുത്തുയർത്തിയിരിക്കുന്നത്. പുറമേ നിൽക്കുന്ന പലർക്കും ഇത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. എന്നാൽ ത്രിവർണ്ണ പതാക നെഞ്ചിലേറ്റിക്കൊണ്ട് കണ്ണൂരിലെ കോൺഗ്രസിന്റെ ജീവശ്വാസത്തിന് വേണ്ടി തന്റെ അവസാന ശ്വാസം വരെ താൻ നിലകൊള്ളും എന്ന് തന്നെയാണ് സുധാകരൻ തന്റെ FB കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. FB കുറിപ്പിട്ട് 10 മിനിറ്റിലകം ആയിരങ്ങളാണ് സുധാകരന്റെ FB കുറിപ്പ് ലൈക്ക് ചെയ്തിരിക്കുന്നത്. അതിന്റെ കമന്റ് ബോക്സുകളിൽ വന്നിരിക്കുന്ന അഭിപ്രായങ്ങളിൽ ഒട്ടുമിക്കവയും സുധാകരൻ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരം കമന്റുകൾ വന്നിരിക്കുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്ക് നിൽക്കുന്ന സമയത്ത് CPMനും കോൺഗ്രസിനുമെല്ലാം 2 സുധാകരന്മാർ തലവേദനയാകുന്നു, വെല്ലുവിളിയാകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. CPMൽ നിന്ന് മുതിർന്ന നേതാവായ ജി സുധാകരൻ പാർട്ടി ഉപേക്ഷിച്ച് പുറത്തു പോകുമ്പോൾ കെ സുധാകരൻ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പാർട്ടിക്കെതിരെ പട നയിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. സുധാകരൻ നേരത്തെ തന്നെ തന്റെ താല്പര്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. നിലവിൽ കണ്ണൂരിലെ MP ആയ സുധാകരൻ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യം നേരത്തെ തന്നെ പ്രകടിപ്പിച്ചിട്ടുള്ളതായിരുന്നു എന്നാണ് പറയുന്നത്. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം സുധാകരന്റെ താല്പര്യത്തോട് അനുഭാവപൂർവമായ മറുപടിയാണ് നൽകിയത്. സുധാകരനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാം എന്ന തത്വത്തിൽ കേന്ദ്ര നേതൃത്വം അംഗീകരിച്ചു എന്നിരുന്നാണ് സുധാകരൻ പറയുന്നത്. എന്നാൽ ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായി വരുന്ന സാഹചര്യത്തിൽ കണ്ണൂരിൽ നിന്നും സുധാകരൻ മത്സരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് പാർട്ടി നീങ്ങുന്നതായി അറിഞ്ഞു തന്നെ അതിലുള്ള അതൃപ്തി കൃത്യമായി പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഡൽഹിയിലെ സ്ഥാനാർത്ഥി നിർണയ ക്യാമ്പിൽ നിന്നും സുധാകരൻ പിണങ്ങിപ്പിരിഞ്ഞു പോന്നു എന്ന വണ്ണം തന്നെ കണ്ണൂരിലേക്ക് ഇന്ന് വെളുപ്പിന് എത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. താൻ എന്നും കണ്ണൂരിലെ കോൺഗ്രസിലുണ്ടാകും. തള്ളക്കോഴി തന്റെ കുഞ്ഞുങ്ങളെ തന്റെ ചിറകിനടിയിൽ കാത്ത് സംരക്ഷിക്കുന്നത് പോലെ തന്നെയാണ് CPMന്റെയും മറ്റ് കോൺഗ്രസ് വിരുദ്ധ പ്രസ്ഥാനങ്ങളുടെയും
കല്ലേറുകളിൽ നിന്നും കത്തിയേറുകളിൽ നിന്നും അരിവാൾ വീശലിൽ നിന്നും കോൺഗ്രസിന്റെ തന്റെ പ്രവർത്തകരെ, തന്റെ കുഞ്ഞനുജന്മാരെ താൻ കാത്തു സംരക്ഷിച്ചത് എന്നാണ് വളരെ വൈകാരികമായി സുധാകരൻ തന്റെ FB കുറിപ്പിൽ പറഞ്ഞു പോകുന്നത്. ഒരു കാര്യം സംശയമില്ല, കണ്ണൂരിൽ കോൺഗ്രസിന് ഇന്ന് കാണുന്ന അപ്രമാദിത്വം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ കെ സുധാകരൻ എന്ന നേതാവിന്റെ വീര്യമുണ്ട്, വീറുണ്ട്, ജീവരക്തമുണ്ട് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. തന്റെ ചുടുരക്തം വീഴ്ത്തിക്കൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ ആ ചുടുരക്തം സിരകളിൽ ഒഴുകുന്നതിന്റെ പേരിൽ തന്നെയാണ്, കോൺഗ്രസ് എന്ന ജീവവായുവും ജീവരക്തവും തന്റെ സിരകളിൽ ഒഴുകുന്നതിന്റെ പേരിൽ തന്നെയാണ് കണ്ണൂരിൽ CPM എന്ന പ്രസ്ഥാനത്തിനെതിരെ പിടിച്ചു നിൽക്കുവാൻ കോൺഗ്രസിന് കരുത്തും വീറും വാശിയും ഉണ്ടായത് എന്ന് സുധാകരൻ സാക്ഷ്യം ചെയ്യുന്നു. സുധാകരൻ തന്നെയാണ് കണ്ണൂരിൽ കോൺഗ്രസിന്റെ പര്യായം എന്ന് കോൺഗ്രസ് വക്താക്കളും കോൺഗ്രസിന്റെ അണികളുമെല്ലാം ഒരുപോലെ തന്നെ സാക്ഷ്യം ചെയ്യുന്നു. ഇന്ന് സുധാകരൻ FB കുറിപ്പിട്ടതിന് ശേഷം സുധാകരൻ കണ്ണൂരിലെ വീട്ടിലെത്തിയിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ തന്നെ കണ്ണൂരിന്റെ നാനാഭാഗത്തു നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തകർ സുധാകരന്റെ വീട്ടിലേക്ക് തടിച്ചുകൂടുകയായിരുന്നു. അവിടെ മാധ്യമ പ്രവർത്തകരെ കണ്ട് കോൺഗ്രസിന്റെ പ്രവർത്തകർ സുധാകരന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. കണ്ണൂരിൽ നേതാവ് സുധാകരനാണ്, കോൺഗ്രസിന്റെ അവിഭാജ്യ നേതാവ്, അവിഭാജ്യ ഘടകമാണ് സുധാകരൻ. സുധാകരൻ എന്ത് തീരുമാനമെടുക്കുന്നുവോ അതായിരിക്കും കണ്ണൂരിലെ കോൺഗ്രസിന്റെ തീരുമാനം എന്നാണ് സുധാകരന്റെ വീടിന് മുൻപിൽ തടിച്ചുകൂടിയ കോൺഗ്രസ് പ്രവർത്തകർ സുധാകരന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ പങ്കുവച്ച വികാരം. അതായത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടുന്ന സാഹചര്യത്തിൽ സുധാകരന്റെ താല്പര്യങ്ങളും സുധാകരന്റെ അഭിപ്രായങ്ങളും അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അഥവാ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ സുധാകരനെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ അത് കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്ന് തന്നെയാണ് ഇന്നിപ്പോൾ സുധാകരന്റെ വീടിന് മുന്നിൽ തടിച്ചുകൂടിയ കോൺഗ്രസ് പ്രവർത്തകർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയ സത്യം. എന്നാൽ ഇവിടെ മറ്റൊരു വസ്തുത കൂടി കോൺഗ്രസിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. MP-മാരാരും തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട, നിലവിലെ MP-മാരാരും തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട എന്നുള്ള തീരുമാനമാണ് കോൺഗ്രസ് കൈക്കൊണ്ടിരിക്കുന്നത്. സുധാകരന് മാത്രമായി അതിൽ ഇളവ് നൽകുകയാണെങ്കിൽ മറ്റു പല MP-മാരും മത്സരിക്കുവാൻ വേണ്ടി തയ്യാറായി മുന്നോട്ട് വരും. അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള MP-മാർ മത്സര സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നിലവിൽ നിയമസഭ സാമാജികരായിരിക്കുന്നവരും നിയമസഭയിലേക്ക് മത്സരിക്കുവാൻ വേണ്ടി പാടുപെട്ട് നടന്നവരും അല്ലെങ്കിൽ അത്തരത്തിൽ പ്രവർത്തനം കാഴ്ചവെച്ച കോൺഗ്രസിന്റെ ഐക്യം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി താഴെത്തട്ട് മുതൽ പ്രവർത്തിച്ച പ്രവർത്തകർക്കുള്ള അവസരം കൂടി അത് നിഷേധിക്കലായിരിക്കും. അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധി കോൺഗ്രസിന് അത് സൃഷ്ടിക്കും എന്ന് തന്നെയാണ്. സുധാകരൻ ഒരാൾക്ക് മാത്രം ഇളവ് നൽകുകയാണെങ്കിൽ മറ്റ് MP-മാരും വാശി പിടിച്ചാൽ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കുന്ന ഒരു ഘടകം. മാത്രമല്ല, നിലവിലെ MP-മാർ നിയമസഭയിലേക്ക് മത്സരിക്കുകയാണെങ്കിൽ തങ്ങൾ മത്സരിക്കുന്നില്ല എന്ന് ഒരു വിഭാഗം കോൺഗ്രസിന്റെ നിലവിലെ MLA-മാരും അഭിപ്രായം കേന്ദ്ര നേതൃത്വത്തെ രഹസ്യമായി അറിയിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ അക്ഷരാർത്ഥത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വം വെട്ടിലാവും. ശക്തമായ പിണറായി ഭരണ വിരുദ്ധ വികാരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള നിരവധി വിഷയങ്ങളിൽ UDF-നും കോൺഗ്രസിനും ഭരണത്തിൽ തിരിച്ചു വരാനുള്ള ശക്തമായ ജനവികാരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിനകത്തെ പടലപ്പിണക്കങ്ങൾ കൊണ്ട് വീണ്ടും പിണറായി വിജയൻ തന്നെ 3.0 ആവർത്തിച്ച് തുടർ ഭരണത്തിലേക്ക് നീങ്ങുന്ന തരത്തിൽ കോൺഗ്രസിലെ തമ്മിലടി അതിന് കാരണമാകും എന്ന് തന്നെയാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. കോൺഗ്രസിലെ കലഹവും പടലപ്പിണക്കവും രമ്യമായി പറഞ്ഞു തീർക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ 2026 കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കേണ്ടതായി വരും. അങ്ങനെയെങ്കിൽ പിന്നീട് കേരളത്തിൽ കോൺഗ്രസോ UDF-ഓ എന്നുള്ളൊരു സംവിധാനം ഉണ്ടാകില്ല. ആ തരത്തിലേക്ക്, അതായത് കേന്ദ്രത്തിൽ കോൺഗ്രസിന്റെ അവസ്ഥ എന്താണോ, സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം അരനൂറ്റാണ്ടിലേറെ ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് ഇപ്പോൾ ഇന്ത്യയിൽ എങ്ങനെയാണ് നിലകൊള്ളുന്നത്, അല്ലെങ്കിൽ കേന്ദ്ര ഭരണപ്രദേശത്ത് കോൺഗ്രസിന്റെ പ്രസക്തി എന്താണ് എന്നുള്ളത് പോലെ തന്നെയാവും കേരളത്തിൽ കോൺഗ്രസിന്റെ അവസ്ഥ. മഷിയിട്ട് നോക്കിയാൽ പോലും കാണാൻ കിട്ടില്ല. അതുകൊണ്ട് കോൺഗ്രസിനകത്തെ പടലപ്പിണക്കങ്ങളും കലഹങ്ങളും രമ്യമായി പറഞ്ഞു തീർത്ത് എല്ലാവർക്കും സ്വീകാര്യമായ ഒരു ഫോർമുല കണ്ടെത്തി കോൺഗ്രസ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടണം എന്ന് തന്നെയാണ് കോൺഗ്രസിനെ ഇഷ്ടപ്പെടുന്ന പിണറായി വിരുദ്ധ ഭരണത്തെ എതിർക്കുന്ന ആളുകൾ ഇപ്പോഴും അഭിപ്രായപ്പെടുന്നത്. കോൺഗ്രസ് ഇത്തരം അഭിപ്രായങ്ങൾ ചെവിക്കൊണ്ടില്ല എന്നുണ്ടെങ്കിൽ ഉചിതമായ തീരുമാനം കൈക്കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസിനകത്തെ പടലപ്പിണക്കങ്ങൾ പറഞ്ഞു തീർത്തില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിൽ കോൺഗ്രസ് നാമാവശേഷമാകും. വീണ്ടും 2026 തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷത്തിരിക്കേണ്ടതായി വരും. പിണറായി വിജയന്റെ കിരാത ഭരണം തന്നെ വീണ്ടും കേരളം സാക്ഷ്യം വഹിക്കേണ്ടതായി വരും എന്നൊക്കെ തന്നെയാണ് കോൺഗ്രസിനെ ഇഷ്ടപ്പെടുന്ന നിഷ്പക്ഷമതികളായ ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഉചിതമായ തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിച്ചേരും. സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ
പ്രശ്നങ്ങൾ ഉചിതമായി പരിഹരിക്കും. കൃത്യമായി തന്നെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ മുന്നൊരുക്കങ്ങളോടുകൂടി നേരിടും. കോൺഗ്രസ് ഭരണത്തിൽ വരണമെങ്കിൽ അത് മാത്രമാണ് ഏക പോംവഴി എന്നാണ് ഇപ്പോൾ ജനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം വന്നുകൊണ്ട് പ്രതികരിച്ചിരിക്കുന്നത്. കോൺഗ്രസ് ഇതിൽ നിന്നും പാഠം പഠിക്കും, തിരുത്തും എന്ന് വേണം മനസ്സിലാക്കാൻ.